അങ്ങനെ ബിഗ് ബോസ് താരം അഖിൽ മാരാർ 2020 സ്ഥാനാർത്ഥിയായി കേരളത്തിലെ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ എത്തുകയാണ്. ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ 2020 കോർഡിനേറ്റർ സാബു എം ജേക്കബ് അഖിൽ മാരാർക്ക് ഔദ്യോഗികമായി പാർട്ടി അംഗത്വം നൽകുമെന്നാണ് വിവരം. കൊട്ടാരക്കര സീറ്റിൽ അഖിൽ മാരാർ NDA സ്ഥാനാർത്ഥിയായേക്കും. ചിലപ്പോൾ കൊല്ലം സീറ്റിൽ മത്സരിക്കാനും സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. 2020യുമായി സ്ഥാനാർത്ഥി ചർച്ചകൾ നടത്തിയതായി അഖിൽ മാരാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അഖിലിന് പാർട്ടിയിൽ അംഗത്വം നിലവിൽ ഇല്ലെന്നും അംഗത്വം എടുക്കാൻ തയ്യാറാണെങ്കിൽ പരിഗണിക്കുമെന്നും 2020 നേതാവ് സാബുവും ജേക്കബ് പറഞ്ഞിരുന്നു. എന്തായാലും അഖിൽ മാരാർ കൊല്ലം ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇക്കാര്യത്തിൽ അവസാന തീരുമാനം പാർട്ടി നേതാക്കളാണ് പ്രഖ്യാപിക്കുക എന്നാണ് അഖിൽ മാരാർ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഇത്തരം ചർച്ചകൾ ഏറെ സജീവമായിരുന്നു എന്നാണ് 2020 നേതാവ് സാബു എം ജേക്കബ് പറഞ്ഞത്. NDAയിലെ മറ്റ് ഘടകകക്ഷികളുമായി ആലോചിച്ച ശേഷമാകും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം എന്നും സാബു എം ജേക്കബ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പൊതുവെ സംഘപരിവാർ അനുകൂല നിലപാടുകളാണ് സ്വീകരിക്കുന്നതെങ്കിലും അഖിൽ മാരാർ ഒരു കോൺഗ്രസ് അനുഭാവി എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസിലടക്കം അഖിൽ മാരാർ പ്രവർത്തിച്ചതിന്റെ വിവരങ്ങളും പലപ്പോഴായി പുറത്തു വന്നിരുന്നു. സർവേകളുടെ അടിസ്ഥാനത്തിൽ അഖിൽ മാരാറിന്റെ കൊല്ലത്തുള്ള സ്വാധീനം പ്രയോജനപ്പെടുത്തുന്നതിനായി BJPയും മാരാറെ സമീപിച്ചിരുന്നു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ അഖിൽ അനുകൂലമായ പ്രതികരണമല്ല നടത്തിയതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. നേരത്തെ കോൺഗ്രസുമായി സീറ്റ് ചർച്ചകൾ നടത്തിയ ശേഷമാണ് അഖിൽ മാരാർ ഇപ്പോൾ 2020യിലേക്ക് പോകുന്നത്. കോൺഗ്രസിൽ ചേർന്നാൽ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ അഖിലിനെ പ്രചാരണത്തിന് ഇറക്കാനുള്ള സാധ്യത കോൺഗ്രസ് പാർട്ടിയും പരിഗണിച്ചിരുന്നു എന്നാണ് വിവരം. കൊട്ടാരക്കര സ്വദേശിയായ അഖിൽ മാരാർ മത്സരിക്കാനുള്ള താല്പര്യം കോൺഗ്രസ് നേതൃത്വത്തെ നേരത്തെ അറിയിച്ചിരുന്നു. ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് തനിക്ക് വേണ്ടെന്നും പാർട്ടി തോൽക്കുന്ന സീറ്റ് മതിയെന്നുമായിരുന്നു അഖിൽ മാരാർ പറഞ്ഞിരുന്നത്. നേമം, ധർമ്മടം, ചടയമംഗലം എന്നീ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പരിഗണിക്കണം എന്നായിരുന്നു മാരാരുടെ ആവശ്യം. ചടയമംഗലത്ത് പരിഗണിക്കാമെന്ന് ഉറപ്പ് ചില നേതാക്കളിൽ നിന്ന് ലഭിച്ചിരുന്നുവെന്നും അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് അനുകൂല നിലപാട് ഇല്ലാതായതോടെയാണ് 2020യിൽ ചേരാൻ അഖിൽ മാരാർ തീരുമാനിക്കുന്നത്. അതേസമയം BJPക്കായി സ്വകാര്യ ഏജൻസി നടത്തിയ ഒരു സർവേയിൽ കൊട്ടാരക്കരയിൽ അഖിൽ മാരാർ സ്ഥാനാർത്ഥിയാകുന്നത് ഉചിതം എന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ ഏജൻസിയും BJP നേതൃത്വവും പലവട്ടം അഖിലുമായി ബന്ധപ്പെട്ടു. എന്നാൽ BJPയിൽ നേരിട്ട് അംഗമാകാൻ അഖിൽ മാരാർ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അതോടെയാണ് സാബുവും ജേക്കബിന്റെ നേതൃത്വത്തിൽ 2020 അഖിൽ മാരാരുമായി ചർച്ചകൾ ആരംഭിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയായി നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഈ തീരുമാനം ഉണ്ടാകുന്നത്. അതായത് അഖിൽ മാരാർക്ക് നേരിട്ട് BJPയിലേക്ക് എടുത്തു ചാടാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. സംഘ അനുകൂല ആശയങ്ങൾ കൊണ്ട് നടക്കുമ്പോഴും രാഷ്ട്രീയപരമായി താൻ കോൺഗ്രസ് അനുകൂലിയാണെന്ന് പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും അഖിൽ മാരാർ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഒന്നുകൂടി ലളിതമായി ചുരുക്കി പറഞ്ഞാൽ അഖിൽ മാരാർക്ക് ചാണകത്തിൽ ചവിട്ടാൻ കുറച്ച് മടിയുണ്ട്, അതാണ് സത്യം. അപ്പോൾ നേരിട്ട് കാലെടുത്ത് ചവിട്ടാതെ 2020 എന്ന ചെരുപ്പിട്ടുകൊണ്ട് ചാണകത്തിൽ ചവിട്ടാൻ തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇതിൻ്റെ എല്ലാം അവസാനം അങ്ങനെയാണ് സംഭവിക്കുന്നത്. പല വഴിക്ക് ഒഴുകിയാലും അവസാനം എത്താനുള്ള സ്ഥലത്ത് തന്നെ എല്ലാ അഴുക്കുചാലുകളും എത്തിച്ചേരും. അഖിൽ മാരാർ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് സിനിമാ പ്രേമികളെ സംബന്ധിച്ച് സന്തോഷമുള്ളൊരു വാർത്തയാണ്. അല്ലെങ്കിൽ ഒരു താത്വിക അവലോകനം പോലുള്ള സിനിമകളും മുള്ളൻകൊല്ലിയിലെ മാരകമായ അഭിനയവുമെല്ലാം അവർക്ക് ഇനിയും സഹിക്കേണ്ടതായി വരും.